മിൽമ പാൽ വില 4 രൂപ കൂട്ടുമ്പോൾ കർഷകന് ലഭിക്കുക 2 രൂപ മാത്രം. മറ്റ് ജോലികൾ തേടി ക്ഷീരകർഷകർ. കേരളം നന്മ കണി കണ്ടുണരുമ്പോൾ ആ നന്മയ്ക്ക് കാരണമാകുന്ന ക്ഷീരകർഷകർ കണ്ണീര് തോരാത്ത അവസ്ഥയിലാണ്. മിൽമ പാലിന് 4 രൂപ കൂട്ടുമ്പോൾ ക്ഷീരകർഷകർക്ക് കിട്ടുന്നത് 2 രൂപ മാത്രം. എന്നിട്ടും 1 ലിറ്റർ പാലിൽ കുറഞ്ഞത് 10 രൂപ നഷ്ടമെന്നാണ് കർഷകർ പറയുന്നത്. കാലിത്തീറ്റയുടെ വില ക്രമാതീതമായി കൂടിയത് പ്രധാന പ്രതിസന്ധിയായി നിലനിൽക്കുന്നു. കാലിത്തീറ്റ, ചോളപ്പൊടി, ഗോതമ്പ് തവിട്, പരുത്തി പിണ്ണാക്ക് എന്നിവയ്ക്കെല്ലാം വില കൂടി. കഴിഞ്ഞ ആഴ്ച മാത്രം കാലിത്തീറ്റയ്ക്ക് ഒറ്റയടിക്ക് കൂടിയത് 30 രൂപയാണ്. ക്ഷീരസംഘങ്ങൾ പാൽ നൽകുന്ന കർഷകന് 1 ലിറ്ററിന് പാലിന് ശരാശരി കിട്ടുന്നത് 46 രൂപ മുതൽ 47 രൂപയാണ്. ഈ പാലിന് മിൽമ സംഘത്തിന് നൽകുന്നത് 48 രൂപ മുതൽ 48 രൂപ 50 പൈസയ്ക്കാണ്. എന്നാൽ കർഷകർ പറയുന്നത് ലിറ്ററിന് കുറഞ്ഞത് 60 രൂപയെങ്കിലും കിട്ടിയാൽ മാത്രമേ പശു വളർത്തൽ ലാഭകരമാവുകയുള്ളൂ. വീടുകളിൽ പാൽ കൊണ്ടു കൊടുക്കുമ്പോൾ 65 രൂപ മുതൽ 80 രൂപ വരെയും കിട്ടും. ഇതിൻ്റെ ബുദ്ധിമുട്ടും ചെലവും നോക്കിയാണ് കർഷകർ ഒന്നിച്ച് സംഘങ്ങളിൽ പാൽ നൽകുന്നത്. കച്ചിയും പുല്ലും മാത്രം കൊടുത്ത് വളർത്തുന്ന പശുവിന് കാര്യമായി പാൽ ലഭിക്കില്ല. മാത്രമല്ല, സംഘത്തിൽ കർഷകൻ നൽകുന്ന പാലിൻ്റെ ഗ്രേഡ് അനുസരിച്ചാണ് കർഷകന് പണം കിട്ടുക. 1ഉം 2ഉം പശുവിനെ വളർത്തുന്ന കർഷകർ വീടുകളിൽ നിന്ന് ലഭിക്കുന്ന തുക കൊണ്ട് മാത്രമാണ് കഴിഞ്ഞുകൂടുന്നത്. കാലിത്തീറ്റകളുടെ വിലയുടെ കാര്യത്തിൽ സർക്കാർ നിയന്ത്രണമില്ലാത്തതാണ് പശു വളർത്തൽ ചെലവേറിയതാക്കി മാറ്റുന്നതെന്ന് തെള്ളിയൂർ എടക്കാട് ക്ഷീരസംഘം പ്രസിഡന്റും 10 പശുക്കളെ വളർത്തുന്ന ഫാമിൻ്റെ ഉടമയും പറയുന്നു. മറ്റു തൊഴിലുകൾ തേടി ക്ഷീരകർഷകർ. പ്രതിസന്ധി കാരണം ഒട്ടേറെ പേർ പശു വളർത്തൽ നിർത്തി മറ്റു വഴികൾ തേടുന്ന ഘട്ടത്തിലാണ് മിൽമയുടെ പാൽ വില കൂട്ടാനുള്ള തീരുമാനം. പശു വളർത്തലിനോടുള്ള താൽപ്പര്യം കൊണ്ട് മാത്രമാണ് 3 പശുക്കളെ ഇപ്പോഴും വളർത്തുന്നതെന്ന് ഒരു കർഷകൻ പറയുന്നു. കാലിത്തീറ്റയുടെ വില വർധനവും പാലിന് വില കുറഞ്ഞതും ഒട്ടേറെ പേർ ഈ രംഗം വിട്ടു. 2018 സർക്കാർ ക്ഷീരമേഖലയെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മീഷനെ നിയോഗിച്ചിരുന്നു. കമ്മീഷൻ റിപ്പോർട്ടിലെ പ്രധാന നിഗമനം തന്നെ 1 ലിറ്റർ പാലിൻ്റെ ഉൽപ്പാദന ചെലവ് മാത്രം 47 രൂപയെന്നാണ്. ഇത് കണക്കാക്കിയുള്ള വില വർധന ഇതുവരെയും സർക്കാർ നടപ്പിലാക്കിയിട്ടില്ലെന്ന് കർഷകർ പറയുന്നു. കാലിത്തീറ്റയ്ക്ക് ഒരാഴ്ച കൊണ്ട് കൂടിയത് 30 രൂപ. ഒരു പശുവിന് ഒരാഴ്ച 1 കെട്ട് കച്ചി വേണം. മൊത്തമായി വാങ്ങിയാൽ 1 കെട്ട് കച്ചിക്ക് 250 രൂപയാണ്. ചില്ലറ വില 350 രൂപ വരെയാകും. കാലിത്തീറ്റ പാക്കറ്റിന് വില 1455 രൂപ. ഒരു പശുവിന് ഒരാഴ്ചത്തേക്ക് 1 പാക്കറ്റ് വേണം. ബിയർ വേസ്റ്റും 1 പാക്കറ്റ് ഒരാഴ്ചത്തേക്ക് വേണം. ഇതിൻ്റെ വില 650 രൂപ. ചോളം ശൈലേജ് 2 പാക്കറ്റാണ് ഒരാഴ്ചത്തേക്ക് വേണ്ടത്. 1 പാക്കറ്റിന് 350 രൂപയാണ് വില. ഒരാഴ്ച 300 രൂപയുടെ ചോളപ്പൊടിയും വേണ്ടിവരും. ഇതിന് പുറമെ ധാന്യപ്പൊടിയും നൽകണം. അതിന് ഒരാഴ്ചത്തേക്കുള്ളത് 250 രൂപയാണ്. എല്ലാം കൂടി 3600 രൂപ ചെലവ്. ഇത്രയും തീറ്റ നൽകി വളർത്തുന്ന പശുവിൽ നിന്ന് ഒരു ദിവസം ശരാശരി 10 ലിറ്റർ പാൽ കിട്ടും. 1 ലിറ്റർ പാലിന് 46 രൂപ വെച്ച് 10 ലിറ്ററിന് ഒരാഴ്ച കിട്ടുന്നത് 3220 രൂപ മാത്രം. നഷ്ടം 380 രൂപ. അപ്പോൾ ക്ഷീരകർഷകർ വളരെയേറെ നഷ്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പാലിന് വില കൂടുമ്പോൾ അതിനപ്പുറത്ത് കാലിത്തീറ്റയ്ക്ക് വില കൂടിയിരിക്കും. കർഷകന് വലിയ നേട്ടം കിട്ടുന്നില്ല. അപ്പോൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു.